ഇന്ന് ഞാൻ നടന്ന് ഒരു മ്യൂസിയം കാണാനുള്ള പുറപ്പാടിലാണ്. കുറച്ച് നേരം നടക്കണം. അത് കഴിഞ്ഞിട്ട് ബസ്സിലും ഒക്കെ ആയിട്ട് നമ്മളിന്നൊരു മ്യൂസിയം കാണാൻ പോവാണ്. കുറച്ച് ദൂരെയാണ് കേട്ടോ ഈ മ്യൂസിയം. എയർപോർട്ട് റോഡിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇറ്റലിയിലെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇറ്റലി സന്ദർശനം കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ ഇറ്റലിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അത് ഇനി സൗദി അറേബ്യയിലെത്തിയാൽ സൗദി അറേബ്യയിലെ വീഡിയോകളൊക്കെ കാണാം. അടുത്തൊരു യാത്ര ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അതെവിടെയാണെന്ന് തീർത്ത് പറയാറായിട്ടില്ല. എന്തായാലും അറിയിക്കാം. ഒരു ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇറ്റലിയിലെ വീഡിയോ കണ്ട് ആസ്വദിച്ച് കാണും, ചിലപ്പോൾ ആസ്വദിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ച് കാണാം. ചിലപ്പോൾ നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇറ്റലിയിലെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് ഇനി എയർപോർട്ടിൽ നിന്ന് ദമ്മാമിലേക്കുള്ള യാത്രയുടെ ഒരു വീഡിയോയും കൂടിയുള്ളൂ. അതോടുകൂടി ഈ യൂറോപ്യൻ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. ഇനി മിക്കവാറും അടുത്ത് വീണ്ടും യൂറോപ്പിലേക്കോ തുർക്കിയിലേക്കോ പോകാനുള്ള ഒരു പ്ലാനിലാണ്. അത് നടക്കുമെന്ന് അറിയില്ല. പോകാനുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നടന്നാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് വീഡിയോകളും കൂടുതൽ ക്വാളിറ്റിയുള്ള വീഡിയോകൾ ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ബോറടിച്ചു. പിന്നെ ഇറ്റലിയിൽ കാണാനുള്ളത് ഈ സ്ഥലങ്ങളേ ഉള്ളൂ, റോമിൽ. അപ്പം ഞാനങ്ങോട്ട് കൂടുതൽ റോമിലല്ല ഇറ്റലിയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോയില്ല. എന്ന് പറഞ്ഞാൽ ഇനിയൊരു ലോങ് ട്രിപ്പ് യൂറോപ്പിലേക്കുണ്ട്. ആ ലോങ് ട്രിപ്പിൽ യൂറോപ്പ് ഫുള്ളായിട്ട് കുറേ അധികം ദിവസം യൂറോപ്പിൽ തങ്ങി അവിടുത്തെ യൂറോപ്പിലെ ഈച്ച് ആൻഡ് എവരി കോർണർ മുക്കും മൂലയും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് യൂറോപ്പിലെ 29 കൺട്രിയും പോകാനായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ അതിന് ലോങ് ലീവും അതുപോലെ തന്നെ നല്ല പൈസയുടെയും ചിലവുണ്ട്. ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനമില്ല. അപ്പോൾ സ്വന്തം കാശ് മുടക്കിയിട്ട് വേണം ഈ സ്ഥലത്തൊക്കെ പോകാനും നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാനും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അറിയാലോ എല്ലാവർക്കും, യൂറോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാശ് ചിലവുണ്ട്. വളരെ എക്സ്പെൻസീവാണ്. ചില രാജ്യങ്ങൾ, എല്ലാമല്ല, ലൈക്ക് ഫ്രാൻസ്, ഇറ്റലി അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് അവിടേക്കുള്ള യാത്രയും കുറച്ച് ഇതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ യൂറോപ്പിൽ ആദ്യമായിട്ട് പോയതല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വിസ യൂറോപ്യൻ യൂണിയൻ തരുള്ളൂ. ഇനി ഒരിക്കലും ഈ പോക്ക് പോയിട്ട് തിരിച്ച് ഇനി വീണ്ടും വിസയ്ക്ക് അപേക്ഷിച്ച് ചിലപ്പോൾ ഒരു 6 മന്തൊക്കെ വിസ തന്നിരിക്കും. അങ്ങനെയാണ് നമ്മൾ യൂറോപ്പിലേക്ക് കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു 6 മന്ത് വിസ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. എന്തായാലും നിങ്ങളെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കുക. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോകളും പുതിയ രാജ്യങ്ങളിലേക്കും പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ഞാനിന്ന് ഒരു ചെറിയൊരു ട്രിപ്പാണിന്ന് നടത്തുന്നത്. ഈ ബസ്സിലേറി നമ്മൾ മ്യൂസിയത്തിലേക്ക് പോവാണ്. എയർപോർട്ട് റോഡിലുള്ള മ്യൂസിയത്തിലാണ് കേട്ടോ, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ മേളത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടി അവരുടെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ അവർ സ്റ്റോപ്പ് അല്ലാത്തതുകൊണ്ട് എന്നെ ഇറക്കുന്നില്ല. അപ്പോൾ അതൊരു ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവരെന്നെ എന്തായാലും ഇറക്കുന്നില്ല. ഞാൻ വീണ്ടും മേളിലേക്ക് കയറി അവിടെ തന്നെ സീറ്റ് ഉറപ്പിച്ച്. എന്ന് പറഞ്ഞാൽ താഴെ വരാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോപ്പ് ആവാത്തതുകൊണ്ട് അവരെന്നെ ഇറക്കിയതുമില്ല. സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്.
എനിക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. എയർപോർട്ടിലോട്ടാണ്. ആ റോഡ് അത്ര തിരക്കുള്ള റോഡല്ല, നല്ല ഇത് സിറ്റി പോലെ അല്ലല്ലോ. അപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് എയർപോർട്ടിലെ റോഡ്. അപ്പോൾ നാളെ അവിടേക്ക് പോകാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നാളെ ഞാൻ രാവിലെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്ഥലം പോയി കാണാൻ പറ്റില്ല. അതുമല്ല, മ്യൂസിയം ഓപ്പണും ആയിരിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എയർപോർട്ട് റോഡിൽ കുറച്ച് ഔട്ട് ഓഫ് സിറ്റിയാണ്, ഞാൻ ഇതുവരെയും കാണാത്ത സ്ഥലമാണ്. ശരിക്കും ഞാനിങ്ങനെ ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്കും അമ്പരന്ന് പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് എയർപോർട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് ആണല്ലോ ഇവിടേക്ക് യാത്ര ചെയ്തത്. അപ്പോഴും നോക്കിയാൽ വിചാരിച്ചു ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്നാണ് വിചാരിച്ചത്. ബിൽഡിങ്ങോ മറ്റൊന്നും ഇല്ലാത്ത ഏതോ ഒരു അന്ധകാരമായിരുന്നല്ലോ. അത് കാരണം കാണാനും പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ശരിക്കും അന്താളിച്ചു പോയി കേട്ടോ. ലൈക്ക് നമ്മൾ പാലക്കാട് പോയതുപോലെ ഉണ്ട്. റിയൽ പാലക്കാടാണെന്ന് തോന്നിപ്പോയി. ആ ഒരു ഹൈവേ മാത്രം ഇങ്ങനെ പോകുന്നതെന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ. പാലക്കാടേക്ക് പോകുമ്പോൾ ഈ ഹൈവേ ഇല്ലല്ലോ. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഹൈവേ ആക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോഴത്തേക്ക് എന്തായാലും ഇറ്റ്സ് ലൈക്ക് പാലക്കാട് തന്നെയാണ്, ശരിക്കും പാലക്കാട്. എനിക്കത് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിത്തോട്ടമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഗോതമ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കൃഷി. പക്ഷേ എനിക്ക് അടുത്ത് ഇറങ്ങി കാണാൻ പറ്റിയില്ല കേട്ടോ. ഈ ഹൈവേയിൽ ഈ ബസ് ഇങ്ങനെ നിർത്തില്ല, ഉള്ളി ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാനൊരു ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. കാണാൻ സൂപ്പറായിരിക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ചെറിയ ചെറിയ വില്ലേജുകളുണ്ട് കേട്ടോ. ലൈക്ക് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള വീടുകൾ കണക്ക് ചെറിയ വീടുകളും ഉണ്ട്. നമ്മൾ ആ സിറ്റിയിൽ കണ്ട ഒരു സീനും ഇവിടെ ഇല്ല. നിങ്ങൾ നോക്കിയാൽ ഒരു ബിൽഡിങ്ങുകൾ കാണുന്നില്ല, ഒന്നുമില്ല. ശരിക്കും പാടമാണ്. പാടത്ത് ശരിക്കും നാടൻ ശൈലിയിലുള്ള വീടുകളുമുണ്ട്. ശരിക്കും കണ്ടപ്പോൾ അന്താളിച്ചു പോയി. ഇവിടെ കുറേ ഹോട്ടലുകളും അതുപോലെ തന്നെ വെയർ ഹൗസുകളും ഒക്കെ ആണുള്ളത്. പല കമ്പനികളുടെയും വെയർ ഹൗസും ഹോട്ടൽസും ഒക്കെ ഉണ്ട്, വലിയ വലിയ കമ്പനികളുടെ. പക്ഷേ നല്ല രസമുണ്ട്. നല്ല ഇത് എന്താ പറയുക, സീ ലെവലിലുള്ള ഏരിയയാണ്. അതെ, ഇവിടെ കണ്ട അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒക്കെ വെയർ ഹൗസും ഓഫീസുകളൊക്കെ കാണുന്നുണ്ട്. ഇതുപോലുള്ള എന്താ പറയുക, ലോജിസ്റ്റിക് ഓഫീസുകളും അതും ഇതുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെയൊക്കെ വെയർ ഹൗസുകളാണ് ഇവിടെ കാണുന്നത്. കുറേ യാത്രക്കാരുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഈ നാട്ടിൻ പ്രദേശം കാണാൻ വേണ്ടിയിട്ട്, മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടുമാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഇനിയൊരു 3-4 മിനിറ്റേ ഉള്ളൂ. 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ മ്യൂസിയത്തിൽ എത്തിച്ചേരും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്ന് ഈ ഒരൊറ്റ കാഴ്ചയോടുകൂടി, അല്ല, ഒരു വിസിറ്റോടുകൂടി ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്നും യാത്ര ചെയ്യാൻ വയ്യ. നാളെ അതിരാവിലെ എന്ന് പറയുമ്പോൾ 7 o'clock ഞാൻ റൂം വെക്കറ്റ് ചെയ്ത് ഇറങ്ങണം. എനിക്ക് 1 മണിക്കാണ് ഫ്ലൈറ്റ്. എന്നിരുന്നാലും ഞാൻ 7 o'clock ഇറങ്ങും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 8 o'clock ബസ് പിടിച്ചാൽ 9 o'clock എയർപോർട്ടിൽ എത്തിച്ചേരാം. ഷട്ടിൽ ബസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു. റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്ത് വെച്ചു. നമ്മൾ വരുമ്പോൾ എടുത്ത ടിക്കറ്റ് അറൗണ്ട് 6 മന്തിലത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. 6 മന്തിനുള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അപ്പോഴും തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചു. അത് കാരണം ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കേണ്ട, വന്ന് ഡയറക്റ്റ് ബസ്സിലേക്ക് കയറിയാൽ മതി. ലഗേജ് എടുത്ത്, ലഗേജ് എന്ന് പറയാൻ എൻ്റെ അടുത്തൊന്നുമില്ല, ഒരു ഹാൻഡ് ക്യാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ലഗേജിൻ്റെയും ഇഷ്യൂ ഇല്ല. ഹോട്ടലിൽ നിന്ന് തന്നെ രാവിലെ എണീറ്റ് റെഡിയായി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നേരെ വരാം. ഫ്ലൈറ്റിലേക്ക് കയറി ഇരുന്നാൽ മാത്രം മതി. പിന്നെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇത് അതിൽ ഇതൊന്നുമില്ല കേട്ടോ, ഫുഡൊന്നുമില്ല. അപ്പോൾ ഒരു 6 hours ജേണിയാണ് ദമാമിലേക്കുള്ളത്. ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ട് കയറി ഇരുന്നൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എനിക്ക് ഒന്ന് എയർപോർട്ടിൽ അല്ല ദമാമിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഇനി ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. ചെറിയ 1-2 സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ട്. അതെല്ലാം വാങ്ങണം. 1-2 വാങ്ങി. അപ്പോൾ ഇനി കൂടുതൽ പർച്ചേസിങ് ഒന്നുമില്ല. ഇനി നേരെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞാൽ ഉള്ള സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് പാക്ക് ചെയ്ത് വെക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ എന്തായാലും നമ്മൾ എത്തി. നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറാം. ഇതാണ് മ്യൂസിയം കേട്ടോ. ധർമ്മ എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ്. ഇതൊരു പൊതു
വിശ്രമ സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവരുന്ന ഒരു പഴയകാലത്തെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനെ റോമൻ സാമ്രാജ്യം ആ, ഇവിടെ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ആ കാലഘട്ടത്തിൽ ശേഷം പിന്നെ ഇതിനെ ഒരു മ്യൂസിയം ആക്കിയതാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ നല്ല വൻ മതിലുകളൊക്കെയാണ്, പഴയകാല ബിൽഡിംഗ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ നമ്മൾ കാണാൻ പോയതിൽ 99% പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളും അതും ഇതൊക്കെയാണ്. ഇപ്പം ഇതിനകത്തേക്ക് കയറിയപ്പം എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാ സ്റ്റാച്യൂൻ്റെയും ഈ തല പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊന്ന് ഗൂഗിളിലൊക്കെ നോക്കിയിട്ടും അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ പറയുന്നത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് അന്ന് ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴത്തേക്കും സംഭവിച്ചതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലാത്ത ഒരു കാര്യം, ഈ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ഈ കാണുന്ന സ്റ്റാച്യൂവിൻ്റെയൊക്കെ ഹെഡ് മാത്രം എങ്ങനെ പോയി എന്നുള്ളതാണ്. അപ്പം സ്റ്റാച്യു പൊട്ടിപ്പോകണ്ടേ, സ്റ്റാച്യു ഒഴുകി പോകണ്ടേ? അതൊന്നുമില്ല. പക്ഷെ സ്റ്റാച്യൂൻ്റെ ഹെഡ് പോയി. ഈ ഇവിടെ ഒന്നും ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് ഇവിടെ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശനമില്ല ഇവിടെയൊന്നും. അതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ബിൽഡിംഗ് ഉണ്ട്, ഈ ബിൽഡിങ്ങിനകത്തേക്ക് നമുക്ക് പോയി നോക്കാം. അതിനകത്തേക്ക് എൻട്രി ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ടൈം വേസ്റ്റായി, എൻ്റെ പ്ലാനും മൊത്തത്തിൽ തെറ്റി. ഇത് കണ്ട് ഇതിനകത്ത് നല്ലൊരു വീഡിയോ എടുക്കാൻ, വളരെ ഫേമസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഇത് പഴയ കാലത്തിൽ ഈജിപ്ഷ്യൻസ് പല തരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിങ്ങും കൂടിയായിരുന്നു കേട്ടോ. അത് പിന്നെ അവർ ഇവിടെ നിന്ന് പോയതിനു ശേഷം റോമക്കാർ ഇത് ഏറ്റെടുത്തു. അവരിങ്ങനെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. എന്തായാലും ഞാൻ വന്നു, അതിനകത്തേക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറി. പക്ഷെ ഇവിടെ എങ്ങും ഒരു മനുഷ്യരില്ല കേട്ടോ, ആരെയും കാണുന്നില്ല. എന്താണ് വിശേഷമൊന്നും ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല.